ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമുക്ക് ബീട്രൂട്ടിൻ്റെ നല്ല അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പം ഇന്നാണ് ഇപ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ബീട്രൂട്ട് കംപ്ലീറ്റ് നമ്മൾ 1 കിലോ സോപ്പ് ബേസിലേക്ക് നമ്മളിത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ നീര് മാത്രം നമ്മൾക്ക് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പം അതിൻ്റെ ആ നീര് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതുള്ളൂ. ഇത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ തന്നെ കട്ടകളായിട്ട് കിടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കത് മുഴുവനായിട്ടും അരിച്ചു മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു ബൗളിൽ നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കിലോ സോപ്പ് ബേസിലേക്ക് ഞാൻ 30 ml ആണ് ഞാൻ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. 30 ml ജ്യൂസാണ് ഞാൻ 1 കിലോ സോപ്പ് ബേസിലേക്ക് എടുക്കുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് ഇനി ഇത് സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ സോപ്പ് ബേസ് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആ ഒരു 30 ml ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒരു 3 പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഏതാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ മണം കിട്ടണ ആ ഒരു രീതിയിൽ ആ ഒരു ഫ്രാഗ്രൻസ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ നമ്മൾ വീഡിയോസിൽ കട്ട് ചെയ്തിട്ട് പോയി. അതുകൊണ്ടാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഫ്രാഗ്രൻസ് ഓയിലും ഒന്നും ആഡ് ചെയ്യണത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് നമുക്ക് ഈ ഒരു മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കിലോ സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ബീട്രൂട്ടിൻ്റെ അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുഖത്തിനാണെങ്കിലും ഒക്കെ നല്ലൊരു ആയുർവേദ സോപ്പ് പോലത്തെ ഒരു സോപ്പാണ് ബീട്രൂട്ട് സോപ്പ്. കാരണം മുഖം വെളുക്കാനും അതുപോലെ തന്നെ കളർ വെക്കാനും ഒക്കെ നല്ലൊരു ഉത്തമമായിട്ടുള്ള സോപ്പാണ് ബീട്രൂട്ടിൻ്റെ സോപ്പ്. ഈ ബീട്രൂട്ട് നമ്മൾ ഇതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ മുഖത്ത് തേച്ചാലും നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 1 കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് 10 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെക്കാം. 2 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ദിവസം മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ച കാരണം ചില വീഡിയോസൊക്കെ ഇതിൽ നിന്ന് പോയി. അപ്പോൾ ഇത് നമ്മൾ സെറ്റായിട്ട് ഇതിൽ നിന്ന് എടുക്കണതൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്കറിയാം 2 മണിക്കൂറിന് ശേഷം അത് ആയി കഴിഞ്ഞാൽ എന്തായാലും ഉറക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി ഒരു സ്പൂൺ അല്ലെങ്കിൽ റബ്ബിങ് ആൽക്കഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പത നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ പതകളൊക്കെ എടുത്ത് മാറ്റാറ്. റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഈ പതൊന്നും പോയി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് അതൊക്കെ കളയാറ്. ഇപ്പോൾ അത് 2 മണിക്കൂറിന് ശേഷം സെറ്റായിട്ട് നമ്മൾ മോൾഡിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഉണ്ട്. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റോട് കൂടെ നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ബീട്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്.